നിങ്ങളുടെ സൈബർ എക്സ്പീരിയൻസിൽ നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇല്ല, പലപ്പോഴും ഈ കുട്ടികൾക്ക് പുറത്തുനിന്നൊരു സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഗെയിം കളിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലാതെ റീൽസ് കാണുന്നവരൊക്കെ ആണെങ്കിലും സൗഹൃദം സ്ഥാപിച്ചു വരുന്നവർ, അവർക്ക് അവകാശപ്പെടുന്നത് അവർ ഹാക്കേഴ്സ് ആണ്. അവർക്ക് ആരെ വേണമെങ്കിലും അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ ഈ കുട്ടികളെ സമീപിക്കണം. പ്രത്യേകിച്ച് ഇവരുടെ ഗെയിമിംഗ് അക്കൗണ്ട് പോയാലും അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ക്ലാസ്സിൽ ആരെങ്കിലും വല്ല വൈരാഗ്യം ഉണ്ടോ, ദേഷ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അവരുടെ അക്കൗണ്ട് നമുക്ക് ഹാക്ക് ചെയ്യാം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ഒരു വാഗ്ദാനം കിട്ടിയ ഭയങ്കര സന്തോഷമാണ്. കാരണം പണ്ട് പണി കൊടുക്കാം എന്നുള്ളൊരു ഭയങ്കര താല്പര്യമുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ചെല്ലുന്ന ആളുകളൊന്നും ഹാക്കേഴ്സ് അല്ല. അപ്പൊ മനസ്സിലാക്കുക, മറ്റൊരാളുടെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടും അവരെ സമ്മതം ഇല്ലാതെ ഹാക്ക് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. ഏതെങ്കിലും ഫിഷിംഗ് ലിങ്ക് ഇട്ട് കൊടുത്തുകൊണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ ഇതിൽ അപ്രോച്ച് ചെയ്യുന്ന മിക്ക ആളുകൾക്കും ഒരു സപ്പോർട്ടും കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റാറില്ല. ഇത് പറയാൻ കാരണം ഒരുപാട് പാരന്റ്സ് അവരുടെ കുട്ടികളുടെ ഗെയിമിംഗ് അക്കൗണ്ടുകൾ ഹാക്കായി പോയി, അവർ എത്ര കാശ് വേണമെങ്കിലും തരാം, ഒന്ന് റിക്കവർ ചെയ്ത് തരുമെന്ന് വെച്ചാൽ നമ്മളെ സമീപിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വെച്ച കാശാണെങ്കിൽ പോലും പാരന്റ് ഇത് കൊടുക്കാൻ റെഡിയാണ്. കാരണം അത് എടുത്തില്ലെങ്കിൽ ആ കുട്ടി ആ വീട്ടിൽ കിടന്ന് കാണിക്കുന്ന അവസ്ഥയുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരു ഗെയിമിംഗ് അക്കൗണ്ടാണ്. അപ്പൊ അതേപോലെ എന്ത് വിഷയം കുട്ടികൾക്ക് വന്നാലും ഓപ്പൺ ആയിട്ട് പാരന്റ്സിനോടോ ടീച്ചേഴ്സിനോടോ പറയാന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട കാരണം. ബാക്കി അവയർനെസ്സും അതുപോലെ തന്നെ മറ്റേ പാരന്റിന്റെ എഡ്യൂക്കേഷനൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. സിസ്റ്റർ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ പലപ്പോഴും നമ്മൾ ക്ലാസ്സുകളിൽ കണ്ടുവരുന്നത് മിക്ക സ്റ്റുഡൻസ് രാവിലെ വരുമ്പോ തന്നെ ഉറക്കമാണ് ക്ലാസ്സിൽ. പിന്നെ എപ്പോഴും തലവേദനകളാണ്. അപ്പൊ എന്താണ് ഉറങ്ങിയില്ലെന്ന് ചോദിച്ചാൽ ഞാൻ മൊബൈൽ യൂസ് ചെയ്യണമായിരുന്നു, മൊബൈൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അതുപോലെ തന്നെ എക്സാം ഹാളിൽ പോലും മിസ് പറഞ്ഞതുപോലെ, മാം പറഞ്ഞതുപോലെ 3 മണിക്കൂർ എക്സാം 1 മണിക്കൂറാണ് അവർ എഴുതണത്. ബാക്കി 2 മണിക്കൂറും ഒന്നെങ്കിൽ ഈ മൊബൈൽ പോലെ ഈ ജോമെട്രി ബോക്സ് ഉണ്ടല്ലോ അതെടുത്തിട്ട് തോണ്ടി ഇങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ചില പിള്ളേർ ബോക്സ് തുറന്നു വെച്ചുകൊണ്ട് ഈ പെൻസിൽ കട്ടറൊക്കെ അത് വെച്ചിട്ട് മൗസ് പോലെ യൂസ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ പോലെയൊക്കെയാണ് യൂസ് ചെയ്തിട്ട് ഈ 2 മണിക്കൂറും കളയണത്. അപ്പൊ ഞാനൊക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ റിവിഷൻ ടൈം ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ പോർഷൻസ് കൊടുക്കുമല്ലോ, നാളെ ഇത് പഠിച്ചുകൊണ്ട് വരണം എന്നാണ്. അപ്പൊ പഠിച്ചുകൊണ്ട് വരണവർ വെരി റെയർ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പലവട്ടം ഇവരോട് ഇങ്ങനെ പറഞ്ഞു മടുത്തു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, നാളെ നമ്മൾ ക്ലാസ്സിൽ തന്നെ ഒരു 30-35 പിള്ളേരുണ്ടല്ലോ, നിങ്ങളെ ഞാൻ ഒരു 3 ഗ്രൂപ്പായിട്ട് തിരിക്കും. ABC എന്ന് പറഞ്ഞിട്ട് ക്വിസ് പ്രോഗ്രാം പോലെ ഓരോ ഗ്രൂപ്പുകാർക്കും പോയിന്റ്സ് കൊടുക്കും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇപ്പൊ ഒരാൾ പറയണയാണെങ്കിൽ ആ ക്വസ്റ്റ്യന് 10 മാർക്ക്, അങ്ങനെ ഓരോ ഗ്രൂപ്പ് വെച്ചിട്ട് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ നടത്തി വന്നപ്പോ പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ആയി പഠിക്കാനായിട്ട്. അപ്പൊ പിറ്റേ ദിവസം ഞാനത് എടുത്തു നോക്കിയപ്പോ അവരുടെ ആവറേജ് കൂടിയാ വന്നത്. അപ്പൊ ഞാൻ ഈ റിവിഷൻ അവർക്ക് പരീക്ഷ പോലെ നടത്താതെ, പരീക്ഷ വെച്ചാലും ചിലവർ കോപ്പി അടിച്ചിട്ടാണ് എഴുതണത്, പല തരത്തിലൊക്കെയാണ് അവർ ചെയ്യണത്. അപ്പൊ ക്വിസ് ഇങ്ങനെ നടത്തി വന്നപ്പോഴേക്കും അതിലൊരു പ്രോഗ്രസ്സും ഉണ്ടായിരുന്നു. അപ്പൊ ആ വഴിയാണ് ഞാനിപ്പോ അവർക്ക് എല്ലാ ട്രെയിനിങ്ങും കൊടുത്ത് ഇപ്പൊ പരീക്ഷയ്ക്ക് ഒരുവിധം സെറ്റൊക്കെ ആയി. അവർക്ക് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാർക്കൊക്കെ കൊടുത്ത് വച്ചേക്കണാണ് സെറ്റായിട്ട്. അപ്പൊ പിന്നെ പിള്ളേർ പറയണത് ഇപ്പൊ എന്താണ്, ഇപ്പൊ ടെക്നോളജി ആണല്ലോ, അപ്പൊ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ വളരെ കുറവാണ്. അപ്പൊ കുറെ പിള്ളേർ ഇപ്പൊ പറയണത് ഞങ്ങൾക്ക് പേരൻസിൽ നിന്നും കിട്ടേണ്ട സ്നേഹവും കിട്ടേണ്ട ക്വാളിറ്റി ടൈമും കിട്ടാത്തത് കാരണമാണ് ഞങ്ങളിങ്ങനെ വഴിതെറ്റി പോണതെന്നാണ് മെജോറിറ്റി സ്റ്റുഡൻസും പറയണത്. അപ്പൊ അത് ഒന്ന് പേരൻസായ എന്ന നിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ക്വാളിറ്റി ടൈമും ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ്, ക്വാളിറ്റി ടൈം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.